ഹേ ഹലോ വെൽക്കം ടു ദൃശ്യാസ് വേൾഡ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോ ചോദിച്ച് മതിയായവർക്ക് ദേ കല്യാണ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസത്തെ വീഡിയോ ആണ്, അതായത് ഒരുക്കം ദിവസം. ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും തോന്നും ഇത് ഏത് സ്ഥലം, പഴയ തറവാട്, പഴയ വീട്, പഴയ ആളുകൾ എന്നൊക്കെ. നമ്മൾ പാലക്കാടുകാർ അങ്ങനെ ആണല്ലോ. കല്യാണ തലേ ദിവസം ചെക്കൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് താലിയും പുടവ എടുക്കുന്നൊരു ചടങ്ങുണ്ട്. അതായത് താലി കോർക്കുന്നൊരു ചടങ്ങാണ് ഈ താലിയും പുടവ എടുക്കുക എന്ന് പറയുന്നത്. ഐ തിങ്ക് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് തോന്നുന്നു. ആ കഴിഞ്ഞ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പപ്പനെയും അമ്മമ്മനെയും മാത്രമാണ്. മകന്റെ കല്യാണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവരാണെങ്കിലും അത് കാണാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടായില്ല. ശരി, ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇമോഷണൽ ആവുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ ഒരുങ്ങുക, പക്ഷെ ഒരുങ്ങാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ പുരികം ത്രെഡ് ചെയ്തത് ഉൾപ്പെടെ എല്ലാം അങ്ങ് കോളമായി. നമ്മുടെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമല്ലേ, അതുകൊണ്ട് തന്നെ എന്ത് നടക്കുമ്പോഴും നമ്മൾ തറവാട്ടമ്പലത്തിലൊന്ന് പോയി തൊഴുതാറുണ്ട്. അപ്പോൾ കല്യാണം ആയതുകൊണ്ട് മാമനോട് പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പോവാണ്. ഈ വ്ളോഗൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്ന പോലും ഞാൻ വിചാരിച്ചില്ല, കാരണം പിള്ളേരുണ്ടായിരുന്നതുകൊണ്ട് ഫോൺ പിടിക്കാൻ ഒരാളായി, ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടി വന്നെ. പിന്നെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി, വോയിസ് ഓവർ, വീഡിയോ സ്റ്റൈല്, ഇതെല്ലാം ചേഞ്ചസ് വരുത്തണം, കുറച്ചും കൂടെ മാറ്റി ചിന്തിച്ച് ചെയ്യുന്നൊക്കെ പറയുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം എനിക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വോയിസ് ഓവർ കൊടുത്ത് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ കയ്യിൽ മൈക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാനും ക്രൗഡിൻ്റെ ആ ഒരു സൗണ്ട് കമ്മിയാക്കാനും പറ്റും. പക്ഷേ ഇതിപ്പോൾ അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തിട്ട് സംസാരിക്കുന്നത്. സോ എന്തെല്ലാം ചേഞ്ചസ് ഞാൻ വരുത്തണോ നിങ്ങളതെല്ലാം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം. വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്നും തെന്നി മാറിയെങ്കിലും വിഷയത്തിലോട്ട് വരാം. കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. സ്വന്തം വീട്ടിലൊരു കല്യാണം വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയധികം ചടങ്ങുകളുണ്ട് ചെക്കൻ്റെ വീട്ടുകാർക്കെന്ന്. ഇതാണ് കേട്ടോ കല്യാണ ചെക്കൻ, അതായത് എൻ്റെ മാമൻ. എനിക്കറിയില്ലായിരുന്നു ഇത്രയധികം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ ചോദിക്കാൻ തുടങ്ങി ഇതെന്ത് ഇത്ര ചടങ്ങുകളൊക്കെ ഉണ്ടോ. എനിക്കറിഞ്ഞുകൂടെ, ഞാനും ഇത് ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നത്. ഈ താലിയും പുടവ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താലിനെ ചരട്ടിലേക്ക് കോർക്കുക എന്നൊരു ചടങ്ങാണ്. ഞാനത് ആദ്യം പറഞ്ഞിരുന്നു, പക്ഷെ അത് ഏതിൽ കോർക്കണമെന്നൊന്നും ഞാൻ പറയില്ല, താലി കോർക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ പഴയ തറവാട് വീടാണ്, അതുകൊണ്ട് തന്നെ മുറ്റത്ത് വലിയ സ്ഥലമൊന്നും ഇല്ല. പക്ഷേ എങ്കിലും നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്
എല്ലാം സെറ്റാക്കി. പിന്നെ ക്യാമറാമാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ആൾക്ക് നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാവണം ആൾ ഇങ്ങനെ നിൽക്കും, അങ്ങനെ നിൽക്കും, അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് നമ്മൾ എങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തേനെ അല്ലേ എന്ന് ഞാനും എൻ്റെ കസിനും കൂടെ അപ്പുറത്ത് ചിന്തിക്കുമായിരുന്നു. ഈ പൂവും അരിയൊക്കെ മാമൻ്റെ തലയിൽ ഇടുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും തന്നില്ല. ഇദ്ദേഹത്തിന് നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, അമ്മ തലയിൽ പൂവിട്ടപ്പോൾ മാമൻ്റെ നോക്കി പേടിപ്പിക്കുന്നു, നീ എനിക്കറിയില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 12:30 1 മണി ആകുമ്പോഴത്തേനും നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? ഫുഡ്. അങ്ങനെ കറക്റ്റ് ഫുഡ് കഴിക്കാൻ നേരം കറക്റ്റ് സമയത്തിന് എൻ്റെ കൃപ എത്തി. പക്ഷെ വൈകി വന്നുകൊണ്ട് ചടങ്ങുകളൊക്കെ മിക്സ് ആയിരിക്കുന്നു. അതിനിടയിൽ എൻ്റെ ഉണ്ണിക്കുട്ടൻ എന്തൊക്കെയോ ആലോചിച്ച് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആദ്യത്തെ പന്തിയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് രണ്ടാമത്തെ പന്തിയിലും ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ മൂന്നാമത്തെ പന്തിയിൽ നമ്മൾ കയറിയിരുന്നു. കാലത്തൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ചോറൊന്നും കഴിച്ച് വരുമ്പോഴേക്കും മതിയാവുകയും ചെയ്തു. ഞാനിവിടെ ക്യാമറ ഓണാക്കിയിട്ട് വെച്ചിരിക്കുക, കൃപ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃപ അവിടെ കിടന്നിങ്ങനെ ഞാൻ ഒരേ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചിരിക്കുന്നു, കഴിക്കുന്നു, എന്തൊക്കെയോ ആവുന്നു. പക്ഷെ കൊള്ളാല്ലേ. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിക്കുന്നത് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആവരുത്, കറക്റ്റായിട്ട് നോർമലി കഴിക്കുന്നത് പോലെ ആയിരിക്കണമെന്ന്. ഭയങ്കര നോർമലായിരിക്കുന്നു. ഇതിനിടയിൽ ഇവരെ മറന്നിരിക്കുന്നു. നിങ്ങൾ മാത്രം ഇങ്ങനെ എടുത്താൽ മതി, നമ്മളൊന്നും എടുക്കില്ലല്ലേ എന്ന് പറഞ്ഞിരിക്കുക. ശരി, എന്നാ പിന്നെ നിങ്ങളും വരൂ, നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്താം. അങ്ങനെ ദേവിക്കൂട്ടനൊന്നും ഒരു മൈൻഡ് പോലും ഇല്ലാതെ ഫുഡ് കഴിക്കുന്നത് കണ്ട. സമയം ഇപ്പൊ 5 മണി കഴിഞ്ഞേക്കുന്നു. അപ്പോൾ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെ വന്നു, നമ്മുടെ വീട് ഫുള്ള് നിറഞ്ഞു. ഇപ്പൊ വീട് ഇങ്ങനെ എന്ത് രസമാണെന്നറിയോ, എല്ലാരും കൂടെ എത്ര ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട്. അങ്ങനെ എന്റെ ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളി തൊലിക്കാനും കൂടെ ആൾക്കാരായി. അല്ലെങ്കിൽ എന്നെ പിടിച്ച് അവിടെ ഇരുത്തി ഈ ഉള്ളിയൊക്കെ തൊലിച്ചിട്ട് നീ അവിടെ എണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറെ തിരക്കുണ്ടായിരുന്നു, കാരണം നമുക്ക് അവിടെ മാത്രം ഇരിക്കലല്ല പണി, നമുക്ക് കുറെ അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് പോകലും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. ഇതിന് ശേഷം എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതുകൊണ്ട് തന്നെ പല വീഡിയോസും, വൈകുന്നേരത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നിറച്ച ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ തലേ ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരുക്കം ദിവസത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇനി കല്യാണ വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.